നാളെ വൈകുന്നേരമാണ് അജ്മാൻ കൾച്ചറൽ സെൻറ്ററിൽ 6 മണിക്ക് ഗേറ്റ്സ് ഓപ്പൺ ചെയ്യും. കൃത്യം 7 മണിക്ക് വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്ന പരിപാടി അവതരിപ്പിക്കും. കാഴ്ചക്കാരുടെ പുറകിൽ നിന്നൊരു പ്രേതം അല്ലെങ്കിൽ ഒരു രക്ഷസ് പ്രത്യക്ഷപ്പെടുകയും അവരെ ഭയപ്പെടുത്തിയതിനു ശേഷം ഇത് മുകളിലൂടെ സ്റ്റേജിലേക്ക് വന്ന് പതിക്കുകയും വേണം. കവിത ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് ആർദ്രമീ ധനുമാസ രാവുകളിൽ ഒന്നിൽ. നമസ്കാരം, ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഷാബു കിളിത്തട്ടിനോടൊപ്പമാണുള്ളത്. ഷാബുവിൻ്റെ അടുത്ത മറ്റൊരു മനോഹരമായ പെർഫോമൻസാണ് വരുന്നത്, വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി. ഈ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് എങ്ങനെയാണ് ഷാബു എത്തുന്നത്? ഓരോ പ്രോഗ്രാമും വരുമ്പോൾ ഞാനിങ്ങനെ കൗതുകത്തോടെ കാണുന്നതാണ്, എന്നാലും ഈ ഒരു സ്റ്റെപ്പിലോട്ട് എങ്ങനെയാണ് എത്തുന്നത്? നമ്മൾ സാധാരണ ഇതിലൊരു സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ച് സിംഗേഴ്സിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമുക്കൊരു പേരിട്ട് ആ സിംഗർ പാടുന്നു, ഒരു 2-2.5 മണിക്കൂറുള്ള ഒരു സ്റ്റേജ് ഷോ നിങ്ങൾക്ക് സംവിധാനം ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലിട്ട് താലോലിച്ചെടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ആദ്യം തുടങ്ങുന്നത് വാക്കുപൂക്കം നേരം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഷോ. വാക്കുപൂക്കം നേരം എന്ന് പറയുന്നത് ശരിക്കും മലയാളത്തിലെ ഒരു 10-12ഓളം കവിതകളെ പുതിയ കാലത്തിന് കൂടി പരിചയപ്പെടുത്തുന്ന വിധത്തിൽ, വെറുതെ കവിതകൾ ആലപിക്കുകയല്ല, എന്നാൽ ആ കവിതകളുടെ അർത്ഥം ഉൾക്കൊള്ളുന്ന വിധത്തിൽ തന്നെ ദൃശ്യവൽക്കരിക്കുകയാണ്. അതൊരു നൂതനമായൊരു പരിശ്രമമായിരുന്നു. അത് 12 കവിതകളെ നമ്മൾ ആലോചിച്ചെടുക്കണം. ഈ 12 കവിതകൾ ആലപിക്കുന്നത് ആര് എന്ന് തീരുമാനിക്കണം. അതിനുശേഷം ഇതെങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു സീക്വൻസ് എന്ന് നോക്കണം. കാരണം വെറുതെ 12 കവിതകളെ പറയുകയല്ല. അപ്പം അതിന് പിന്നിലുള്ള ഈ കവിത എഴുതാനുള്ള ഒരു കാരണം അന്വേഷിച്ച് പോകണം. ഇപ്പോൾ NN കക്കാട് നമ്മൾ അന്ന് എടുക്കുന്ന സമയത്ത് സഫലമീ യാത്ര എന്ന് പറഞ്ഞൊരു കവിത എടുത്തു. ഇപ്പോൾ NN കക്കാട് എന്തുകൊണ്ടാണ് സഫലമീ യാത്ര എന്ന് പറയുന്ന കവിത എഴുതിയത്? ഇപ്പം മലയാളിക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഈ കവിത ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് ആർദ്രമീ ധനുമാസ രാവുകളിൽ. എന്തുകൊണ്ടാണ് കക്കാട് അങ്ങനെ ഒരു കവിത എഴുതിയത്? എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള? അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ മാത്രമല്ല, അതിനെങ്ങനെയായിരിക്കണം നമ്മൾ കാഴ്ചക്കാരന് കവിത കേൾക്കുക മാത്രമല്ല, കവിതയെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ദൃശ്യവൽക്കരിക്കുമ്പോൾ എന്തായിരിക്കണം അതിൻ്റെ ദൃശ്യവൽക്കരണം, അതിൻ്റെ പിന്നിലുള്ള ചിത്രീകരണം എന്താണ്? അപ്പോൾ ഇതിങ്ങനെ ഒരു കവിതയെ നമ്മൾ പലവരും കേൾക്കുന്നു, പല പ്രാവശ്യം മനസ്സിലിട്ട് അതിനെ ഇങ്ങനെ താലോലിക്കുന്നു, അതിൻ്റെ പിന്നിൽ എങ്ങനെയായിരിക്കണം. അപ്പോൾ ഓരോന്നും, ഇപ്പോൾ ഒരു കവിതയെ നമ്മൾ നൃത്തരൂപത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു കവിതയെ വീണ്ടും നൃത്തരൂപത്തിലൂടെ അവതരിപ്പിച്ചത് അത് ആവർത്തന വിരസതയുണ്ടാക്കും. അപ്പോൾ അതിന് പകരം മറ്റെന്താകാം? അപ്പോൾ അങ്ങനെയാണ് വാക്കുപൂക്കം നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടകം ഉണ്ടായിരുന്നു, സ്ക്രീനിൽ ചലച്ചിത്രം ഉണ്ടായിരുന്നു. ഇപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയെ നമ്മൾ ആവിഷ്കരിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പകുതി സ്റ്റേജിൽ നാടകമായിട്ടും അവരുടെ ഒരു പൂർവ്വകാലം അവതരിപ്പിക്കുന്നത് സിനിമ പോലെ വിഷ്വലായിട്ടും. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു ഒരു പുതിയ അനുഭവമാണ്. രാത്രിമഴ എന്ന് പറയുന്ന സുഗതകുമാരി ടീച്ചറിൻ്റെ കവിത നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത വിധത്തിൽ ഒരു പക്ഷേ നമ്മളിവിടെ സ്റ്റേജിൽ രാത്രി മഴ സ്റ്റേജിൽ പെയ്യിച്ച് കാഴ്ചക്കാരെ മുഴുവനും സ്റ്റേജിൽ ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് നിസാർ ഇബ്രാഹിമിൻ്റെ കൂടി സഹായത്തോടു കൂടി അതൊരു സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എളുപ്പമല്ല. നമുക്ക് മനസ്സിൽ കാണാം, നിങ്ങളൊരു സംവിധായകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മനസ്സിൽ എന്തും കാണാം, എന്തും വിഷ്വലൈസ് ചെയ്യാം. പക്ഷെ അത് പ്രാവർത്തികമാകണമെങ്കിൽ ഒരു കലാസംവിധായകൻ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ നിസാർ ഇബ്രാഹിം കൂടെ ചേരുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ സങ്കല്പങ്ങൾ ഇങ്ങനെ വൈഡായി പോകും, അതിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പം അങ്ങനെയാണ് വാക്കുപൂക്കും നേരത്തിൻ്റെ മറ്റൊരു വേർഷൻ ഇപ്രാവശ്യം നമ്മുടെ നാടക ചരിത്രത്തിലേക്കും. നാടക ചരിത്രമാകുമ്പോഴത്തേക്ക് അത് എളുപ്പമല്ല, എങ്ങനെ ഒരുപാട് നാടകങ്ങളുണ്ട്, അതിൽ ഏതിൽ നിന്ന് ഏതൊക്കെ എടുക്കാം. അപ്പം അതുകൊണ്ട് ഇത് പല കാലത്തെ പല ദിവസങ്ങളിലെ മാസങ്ങളിലെ ഒരു പ്രയത്നമാണ്. ഇത് ഇപ്പം ശരിക്കും വെള്ളിത്തിരയിൽ എത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേജിലേക്ക് എത്താൻ പോവുകയാണ്. ഇതിന് ഓരോ നിമിഷവും, അതായത് പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്നൊരു സ്റ്റേജിലാണ് ഇപ്പോൾ പോകുന്നത്. ഏത് നിമിഷം എന്ന് പറഞ്ഞാൽ നമുക്കിനി ഒരു ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എടുത്ത ഓരോ ഇഫേർട്ടും ഓരോ ആര് വേണം ഇതിലേക്ക് എന്നുള്ളത് ഡിസൈഡ് ചെയ്തു, എന്നിട്ട് ഓരോ ഇതും കൊണ്ടുവന്നു. അപ്പം അതിന് ഈ നിമിഷത്തിൽ എങ്ങനെ അത് കാണുന്നു? അല്ല, ഇത് പൂർണ്ണമായും അത് നാളെ അവതരിപ്പിച്ച് കഴിയുന്നത് വരെയും ഉണ്ടാകുന്നൊരു പിരിമുറുക്കമുണ്ട്.
കാരണം ഇത് ഒരാളിൻ്റെ മനസ്സിലുള്ള സങ്കല്പമാണെങ്കിലും ഉം. ഒരു 100ഓളം ആർട്ടിസ്റ്റ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന 100ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. ഉം. അപ്പോൾ ഇവരുടെ എല്ലാം പരിപൂർണമായ സമർപ്പണ ബോധത്തിലുള്ള അർപ്പണബോധത്തിലുള്ള പ്രയത്നമാണ് നാളെ ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഉം. അപ്പം നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാം, ഉം. നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ഉണ്ടാക്കി വെക്കാം, ഉം. നല്ല ആർട്ടിസ്റ്റുകളെ നമുക്ക് അതിനകത്തേക്ക് ഉൾപ്പെടുത്താം. ഉം. പക്ഷെ അത് പരിപൂർണ വിജയമാകുന്നത് എപ്പോഴാണ്? അവരാത്മാർത്ഥമായിട്ട് അർപ്പണബോധത്തോടു കൂടി അവതരിപ്പിച്ച്, നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചക്കാരിൽ അമ്പരപ്പുളവാക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ്. ഉം. ആ കയ്യടിയാണ് വെള്ളി നക്ഷത്രത്തെ വിജയിപ്പിക്കുന്നതും നമ്മൾ പൂർണ്ണ തൃപ്തി അടയുന്നതും. ഉം. ഇപ്പോൾ ഇത് 1ാം സ്റ്റേജിൽ നിന്ന് 2ാം സ്റ്റേജിലേക്ക് പോവാണ്. ഉം. ഉം. അതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് നാടകങ്ങളൊന്നും, അല്ലെങ്കിൽ അത്തരം, നമ്മൾ എപ്പോഴും പറയില്ലേ ഈ പുതിയ കാലത്ത് ഇപ്പോൾ നാടകത്തിന് ഒരു റാപ്പ് ഷോ ആണെങ്കിൽ ഇപ്പോൾ അജ്മാനിലും അബുദാബിയിലും ദുബൈയിലും ഒക്കെ ഉം. കാണാൻ ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ വെള്ളി നക്ഷത്രത്തെ ദുബായിൽ നിന്ന് അജ്മാനിലേക്ക് വീണ്ടും അവതരിപ്പിക്കുന്നു ഉം. എന്ന് പറയുന്നത് ഉം. ഞാൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശം കൂടിയാണ്. ഉം. ഇതിനൊന്നും അങ്ങനെ കാലപരിധിയൊന്നുമില്ല. നമ്മൾ എത്രത്തോളം അതിലോട്ട് effort നമ്മൾ എടുക്കും. നല്ലത് കൊടുത്ത്, രാവിലെ കല്ലറ ഗോപൻ ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ നല്ലത് കൊടുക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ അത് കാണാൻ ആളുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു സത്യം. ഈ നിസാർ ഇബ്രാഹിമിനെ എങ്ങനെയാണ് ഷാബുവിൻ്റെ കൂട്ടത്തിൽ, ഷാബുവിൻ്റെ ഒരു ചെയിനായി മാറുന്നത്? നിസാർ ഇബ്രാഹിം കുറേ വർഷങ്ങളായിട്ടുള്ള ഞങ്ങൾ നമ്മളൊരു ആത്മബന്ധമുണ്ട്. അതിപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത്, മഷദ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് നിസാർ ഇബ്രാഹിമാണ് അതിൻ്റെ ആർട്ട് ചെയ്തത്. എൻ്റെ ഒരു പുസ്തകം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കവർ ഡിസൈൻ ചെയ്യുന്നത് നിസാർ ഇബ്രാഹിമാണ്. പിന്നെ വാക്കുപൂക്കുന്നേരം അത് തുടങ്ങുന്ന സമയത്ത് അതുമായിട്ട് ഡിസ്കഷൻ നടക്കുകയും അതിൻ്റെ സെറ്റ് ഡിസൈൻ ചെയ്യുന്നത് നിസാർ ഇബ്രാഹിമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കലാ ആസ്വാദകൻ ഒരു കലയെ എത്രത്തോളം അർപ്പണബോധത്തോടു കൂടി നോക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞ എനിക്ക് വൈൽഡായിട്ട് ചിന്തിക്കാം, വൈൽഡായിട്ടും വൈഡായിട്ടും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പ്രാവശ്യം രക്തരക്ഷസ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിസാർ ഇബ്രാഹിമിനോട് പറയുന്നത് വെച്ചാൽ, എനിക്ക് വേണ്ടത് സ്റ്റേജിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു രക്തരക്ഷസ് സ്റ്റേജിലേക്ക് വന്ന് പതിക്കണം. അതായത് ഒരു പ്രേതത്തിൻ്റെ രൂപം സ്റ്റേജിലേക്ക് വന്ന് പതിക്കണം. എൻ്റെ വൈൽഡ് തോട്ടിൽ എന്താണ്, സ്റ്റേജിലൊരു രക്തരക്ഷസിൻ്റെ രൂപം വരുന്നതിന് മുമ്പ് കാഴ്ചക്കാരുടെ പുറകിൽ നിന്നൊരു പ്രേതം അല്ലെങ്കിൽ ഒരു രക്ഷസ് പ്രത്യക്ഷപ്പെടുകയും അവരെ ഭയപ്പെടുത്തിയതിന് ശേഷം ഇത് മുകളിലൂടെ സ്റ്റേജിലേക്ക് വന്ന് പതിക്കുകയും വേണം. ഇത് സിനിമയല്ല, ഇത് AI അല്ല, ഇത് ഒറിജിനലി നമ്മുടെ സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു വിഷ്വൽ അത് ചെയ്യണമെങ്കിൽ ആ ബോധമുള്ള ഒരാളുണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള ഒരു മാച്ച് എന്ന് പറയുന്നത്. കെമിസ്ട്രി എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൗഹൃദം കൂടി ഉള്ളതുകൊണ്ട്, കാരണം ഇത് ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സെറ്റുകൾ ഇങ്ങനെ മാറി മാറി പോകണം. അത് ഇവിടെ ജോലിക്ക് വേണ്ടി വന്ന് അവരവരുടെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യർ ഇതിനിടയിൽ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പം അതിന് ആ ഒരു സൗഹൃദം കൂടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, കല്ലറ ഗോപൻ ചേട്ടൻ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്? കല്ലറ ഗോപൻ ചേട്ടനായിരുന്നു ആദ്യത്തെ നമ്മുടെ വാക്കുപോക്കും നേരത്തിൽ. കല്ലറ ഗോപൻ ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ കാവാലം ശ്രീകുമാർ, ഇവരായിരുന്നു വന്നിരുന്നത്. കാരണം കവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പിന്നെ വേറെ പേരുകൾ വളരെ വിരളമാണ്, വളരെ ചുരുക്കമാണ്. കല്ലറ ഗോപൻ ചേട്ടനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ചും 10-45 കൊല്ലമായിട്ട് സംഗീതത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അർപ്പണബോധമുണ്ട്, നേരത്തെ പറഞ്ഞുള്ള ഡെഡിക്കേഷനുണ്ട്. പിന്നെ ശുദ്ധ സംഗീതത്തെ അദ്ദേഹം ഉപാസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഇതുമായിട്ട്, നമ്മുടെ ടോണുമായിട്ട് ചേർന്ന് പോകുന്നത് കല്ലറ ഗോപൻ ചേട്ടനാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത്. ഓക്കെ, ഏതായാലും ഞാൻ കൂടുതൽ ഇതിലേക്ക് ചോദിച്ച് കൂടുതൽ സമയം കൊല്ലുന്നില്ല. നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാം. കൂടുതൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു ഡിസ്കഷനിലേക്ക് വരാം. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് സമയമായി ഇതിന് വേണ്ടിയിട്ട് കണ്ടിരിക്കുന്നു. പക്ഷേ അറിയാലോ ഇതിൻ്റെ പിന്നിലുള്ള, കാരണം ഇന്ന് രാത്രിയും ഉറക്കമില്ല. നമ്മളിത് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ, ലൈറ്റ് ഡിസൈനും സൗണ്ട് ഡിസൈനും ഒക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയം നിങ്ങൾ എനിക്ക് അനുവദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും തുടർന്നും നമ്മുടെ TV ആയി ഇത് വളരട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. കാരണം ടിക്കറ്റെല്ലാം ഓൾറെഡി ഓൺലൈനിലായിട്ട് വിറ്റ് കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഈ പ്രാവശ്യം നമ്മളൊരു ടിക്കറ്റഡ് ഇവൻ്റാണ്. ടിക്കറ്റഡ് ഇവൻ്റ് എന്ന് പറയുന്നത് അതിൽ നിന്നൊരു വരുമാനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവിടെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിൽ പോലും ഈ ഒരു ആർട്ടിനൊരു വാല്യൂ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്, ഇതിനോട് താല്പര്യമുള്ളവർ മാത്രം ഈ ഇവൻറ്റിലേക്ക് എത്തണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട്
എല്ലാവരെയും ക്ഷണിക്കുന്നു. നാളെ വൈകുന്നേരമാണ് അജ്മാൻ കൾച്ചറൽ സെൻറ്ററിൽ 6 മണിക്ക് ഗേറ്റ്സ് ഓപ്പൺ ചെയ്യും. കൃത്യം 7 മണിക്ക് വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്ന പരിപാടി അവതരിപ്പിക്കും. അതുകൊണ്ട് വരാം. ഇവിടെ നിന്നും നിങ്ങൾക്ക് ടിക്കറ്റ് ലഭ്യമാണ്. ഈ പരിപാടിയോട് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എത്താം. താങ്ക് യു.